ക്ഷമാഴ്ച മിസ്സിന് എന്ത് തോന്നിട്ടുണ്ടാവും? നമ്മുടെ പ്രശ്നം തീർക്കാൻ പോയി സാറിന് എന്ത് പറ്റിയാ? ഇനിയിപ്പൊ ക്ലാസ്സിൽ കയറാൻ പറ്റൂല. നമുക്ക് ക്യാൻറ്റീനിൽ പോയാലാ? ഇതവളല്ലേ ക്ലാര മേരി? ഇത് മേരിയാണ് ഉറപ്പിച്ച്. അതെങ്ങനെ മനസ്സിലായി? കുടിച്ച് തുള്ളി ചാടി പറഞ്ഞ കണ്ടാറിനൂടെ മേരിയാണ്. ഹായ് ചേട്ടനെ ഞാൻ രാവിലെ മുതൽ കണ്ടില്ല. നിങ്ങളുടെ ക്ലാസ് ഒക്കെ എവിടെയാണ്? ഞങ്ങളുടെ മോളില് BA മലയാളം. മേരിയുടെ ക്ലാസ് എവിടെയാ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ MA-ക്കാരുടെ. ഓ അവിടെയാണല്ലേ. എന്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ? പിന്നല്ല. എങ്ങനെയുണ്ട്? അല്ല എന്താണ് രണ്ടുപേരും കൂടെ ക്ലാസ് ഒന്നുമില്ലേ? ക്ലാസ്സിൽ ഭയങ്കര ചൂടയില്ല, കാറ്റുകൊള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ട് കാറ്റ് കിട്ടിയാ? അല്ല മേരിക്കുന്ന ക്ലാസ്സില്ലേ? ക്ലാസ് ചുമ്മാ ബോറ. ഒരു സിനിമയ്ക്ക് പോവാന്ന് കരുതി 2 ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അവള് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ല. ആണാ? എന്നാ ടിക്കറ്റ് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും പോവാല. അല്ല നിങ്ങൾക്ക് 2 പേർക്കോ നമുക്ക് 2 പേർക്കോ അങ്ങനെ ആർക്കാണെങ്കിലും പോവാല. വെറുതെ ടിക്കറ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോ. എല്ലടല്ലേ പുതിയ പടാണോ? അല്ല പഴയ പടമാണല്ല തിയേറ്ററിലിട്ട് കളിക്കണതേ. നല്ല ഡിക്കാച്ചി മൂവിയാണ്. ചേട്ടൻ വരുന്നുണ്ടോ? വേറെ പണിയൊന്നുമില്ലല്ലോ. 11 മണിയുടെ ഷോ ആണ്. വാ, സമയമില്ല. വാ സമയമില്ല. 1 മിനിറ്റ് ഇതൊന്ന് പിടിച്ചേ. കേറിയേട്ടാ പോവാ നമുക്ക്. വെറുതെ അല്ല കോളേജില് പിള്ളേരില്ലാത്ത. അടിപൊളി മൂവി ആയിരുന്നല്ലേ? ഒരൊറ്റ വെട്ടിനെ ഫുട്ബോൾ തട്ടി തെറിപ്പിക്കുന്ന പോലെ അല്ലേ തല വെട്ടിയത്? ഇതൊക്കെ റോക്കി ബൈക്ക് സിമ്പിൾ ആയിരിക്കും അല്ലേ? പിന്നല്ല, ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെ സിമ്പിൾ. ചേട്ടന് പറ്റുമോ ഇതുപോലൊക്കെ? ഇപ്പൊ പറ്റൂല, നാളെ ആവട്ടെ. തമാശക്കാരൻ. ചേട്ടോയി എന്തോടി? ചേട്ടൻ ആരാ ഈ പേരിട്ടത്? എന്റെ അപ്പൂപ്പൻ. അല്ലാണ്ട് പിന്നെ ആരാണ്? അപ്പൂപ്പനൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടെന്നേ. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? അപ്പൂപ്പൻ, അമ്മ, മേമ, പാപ്പൻ, മേമയുടെ മോൾ അഴക്, അച്ഛനില്ല, കുവൈറ്റ്, പിന്നെ ഞാൻ. ഒരുപാട് പേരുണ്ടല്ലോ. ഞാൻ ഒരു ദിവസം വരാം. ചുമ്മാ എല്ലാരും കാണാലോ. അങ്ങനെ. അയ്യോ വണ്ടി. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ. എങ്ങോട്ടാ പോന്നെ? ഞാൻ എങ്ങനെയെങ്കിലും നടന്നു പോകോളാം. കേറിയേട്ടാ. അയ്യോ കുട്ടിക്ക് മുന്നോട്ടാവും. ഒരു ബുദ്ധിമുട്ടില്ല. സോറി. അമ്പോ, ഇതേത് വീട്? ഇതാ എന്റെ വീട്. ആണാ? വാ കേറിട്ടോ. അല്ല എനിക്ക് പെട്ടെന്നൊന്ന്. പെട്ടെന്ന് കേറിട്ട് പോവാം. വാ. എന്റെ അമ്മോ, ഇതാണോ പടുകൂറ്റൻ ബംഗ്ലാവ്? ദൈവമേ. ഒന്നുമില്ല. അയ്യോ ഇവളവിടെ പോയി. പോയി. ഇയാളാരാ? ആരാ? ഞാൻ മേരി. മേരിയോ? മേരിയുടെ മോളല്ലേ? ഇയാളാരാന്നാ ചോദിച്ചേ? പപ്പ, ഇതാ സുരേട്ടൻ. ഞാൻ പറയാറില്ലേ? അതെ മേരി. ഓ ലൈലാസുരൻ. മോള് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. ദ ബോൾഡ് ആൻഡ് സ്മാർട്ട് കമറേൻ അല്ലേ? ലാൽ സലാം സഖാവേ. ഇരിക്ക്. ചേട്ടാ, ഇതെന്റെ പപ്പ തോമസ് കുര്യൻ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും. എൻഗേജ്മെന്റ് കാർഡ് കുറച്ച് സാമ്പിൾസ് വന്നിട്ടുണ്ട്. മോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. എനിക്കൊന്നും വയ്യ, പപ്പ എന്നെ നോക്കിയാ മതി. അപ്പൊ നമ്മൾ എവിടെ സംസാരിച്ച് നിർത്തിയേ? അല്ല, നിർത്താനായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല. അത് ശരി. ആരുടെ എൻഗേജ്മെന്റിനെ പറ്റി ഞങ്ങള് നേരത്തെ പറഞ്ഞു? മേരി. മേരിയോ?
പറഞ്ഞു തീർക്കട്ടെ. മേരിക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, ക്ലാര. അവളുടെ പയ്യന്റെ പേര് യോഹന്നാൻ. അവനങ്ങ് യോക്കോഹാമേല ഓട്ടോമൊബൈൽ എഞ്ചിനീയറാ, ജപ്പാനിൽ. ഞാന് സമയമുള്ളതുകൊണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് അസുരനെ, കേട്ടോ. അസുരനല്ല, ലൈലാസുരൻ. ആ ലൈലാസുരൻ, സോറി സോറി. ഏതായാലും വന്ന സ്ഥിതിക്ക് ലൈലാസുരൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യും. അതെ, ഞാനാ. പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ട്രെൻഡ് അല്ലേ നമുക്ക് വേണ്ടത്. ഒരെണ്ണം സെലക്ട് ചെയ്യും. ഇത് കൊള്ളാം. പക്ഷേ ഇതോ ഞാൻ പറഞ്ഞോ അങ്ങളെ, ഇയൊക്കെ എന്തോ കുഴപ്പമുണ്ടല്ലോ. കൊള്ളാം, നേരിടല്ലോ പപ്പ. എന്റെ അമ്മോ, എന്ത് വലിയ വീടാ. മേരി എന്തിനാ പേട്ടക്കാച്ചി കോളേജിൽ പഠിക്കാൻ? പിന്നെ നമുക്ക് എം എ എടുക്കാൻ കൂടെ ചേർന്നാ. ഒരു മാനേഴ്സ് ഇല്ലാണ്ടല്ലോ റൂമിലേക്ക് കയറി വരുന്നത്. സോറി, ഞാൻ കണ്ടില്ല, ക്ഷമിക്കണം ചേട്ടൻ. വാ. അല്ലാതെ ഞാൻ വീട്ടിൽ പോക്കോട്ടെ, എനിക്ക് സന്ധ്യക്കുള്ളിൽ വീട്ടിലത്. ഒരു സൂത്രം കാണിച്ചു തരാം. എന്ത് സൂത്രം? ഹായ്, ദേ ഇത് ഒരുപാടുണ്ടല്ലോ. ആ മഞ്ഞ കൊറേ കളേഴ്സ് ഉണ്ടല്ലോ. ആ ബ്ലാക്ക്, ഇത് ഏത് കിടന്നു മനസ്സിലായോ? 6ാമത്തെ വയസ്സ് തുടങ്ങിയതാ. ആണോ? ഇതെങ്ങനെയുണ്ട്? ആ കൊള്ളാം. ഇതിൽ ഒരുപാടുണ്ട്. അതെ, ബാക്കിയൊക്കെ പിന്നെ കാണാം. ഞാനെന്നാ പൊക്കോട്ടെ. ആരും കഴിക്കാത്ത കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് ചേട്ടൻ മേമയുടെ മോൾക്ക് കൊടുത്തോ. അപ്പൊ ശരി. ഭാഗ്യം രക്ഷപ്പെട്ടു. നല്ല ബെസ്റ്റ് ഫാമിലി, എല്ലാവർക്കും വട്ടാമോ. കാറേട്ടാ കാറേട്ടാ കാറേട്ടാ. അയ്യേ ചേട്ടാ, അവിടെ എടാ, എന്റെ നിഗമന വീക്ഷണത്തിൽ എവിടേക്കോ ചില ലോജിക്കൽ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഇടിക്കാച്ചി പെങ്കൊച്ചി നിന്നെ കൊണ്ടേ പോകും. അതൊന്നും ശരിയാവില്ലടാ, അവരൊക്കെ വലിയ കാശുകാരല്ലേ. നല്ല മിഠായാണല്ലോ. ആണാ? അവളെ മേകാരിയല്ലേ? അതെ. പിന്നെന്തിനാണ് അവളെ നിന്റെ പുറകെ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് ഇറക്കണത്? അവളെന്താണ് എന്നെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കണത്? പ്രേമം. ഇത് പ്രേമൊന്നും ആയിരിക്കില്ലടാ ഫിഫു, ഇത് വല്ല ആരാധന ആയിരിക്കുള്ളൂ. ആരാധിക്കാൻ നീ ആരാണ്? എടാ ഞാനേ സെക്കൻഡ് ഈസി റെപ്പാണ്, സെക്കൻഡ് ഈസി റെപ്പ്. ആ പാർട്ടിക്കാരൻ നിഷറക്കണ്ടാ. എന്തിന്? അതവര് വരുമ്പോ നിന്നോട് പറഞ്ഞു. എടാ, ഒരു പെണ്ണും നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറയൂല. അവര് നമ്മൾ ഇങ്ങനെ മോഹിപ്പിച്ചോണ്ടേയിരിക്കും, നമ്മൾ അവരോട് ഇഷ്ടമാണെന്ന് പറയണവരെ. അയ്യോ, അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഇഷ്ടം പറഞ്ഞില്ലെങ്കിലോ? അവര് വേറെ കല്യാണം കഴിച്ചു പോകും. അയ്യോ. എന്നിട്ട് ഒരു കൊച്ചൊക്കെ ആവുമ്പോ കൊറേ നാള് കഴിഞ്ഞ് വാട്സാപ്പിൽ നിനക്കൊരു മെസ്സേജ് വരും, ചേട്ടാ എനിക്ക് ചേട്ടൻ പണ്ട് ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. അയ്യോ, അത് ഭയങ്കര കഷ്ടായി പോലെടാ ഫിഫു. പിന്നെ ഭയങ്കര കഷ്ടായി. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളൂ, നമ്മൾക്ക് ഇഷ്ടമുള്ളവരെയല്ല നമുക്ക് ഇഷ്ടപ്പെടണ്ടേ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. എന്നാലേ ലൈഫിൽ അർത്ഥം ഉണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടി വലിച്ചായിട്ടുള്ള ഫിഫു ഓരോന്നായിട്ട് തിന്നേ വെള്ളം. നീ അത് വീണ്ടും കൊടുക്കണം. ഏത്? എടാ, നിന്റെ ഒരു പേട്ടാപ്പുള്ളി കത്തിൽ ആരെയും കാണിക്കാണ്ട് പൊരുത്തി കൂട്ടി വെച്ചാണത്. അത് മേരിക്കൊള്ളതാ. നീ ഇത്ര നാൾ കാത്തിരുന്നതും അവക്ക് വേണ്ടിയാണ്. ഇതൊന്നും നടപടിയാവില്ല ഫിഫു. ഇനി ഒരാളുടെ മുമ്പിൽ കോമാളിയാവൻ ഈ ലൈലാസുരനെ കിട്ടില്ല 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 കിട്ടില്ല.